മലയാളി ആഘോഷിച്ച മീശപിരിയും മുണ്ടുമടക്കലും കോമാളിത്തരമായതിന് പിന്നിൽ ഒരേയൊരു കാരണമേ ഉള്ളൂ. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തുക. എന്തൊക്കെയായിരുന്നു മലപ്പുറം കത്തി അമ്പും വില്ലും അങ്ങനെ പവനായി ശവമായി എന്ന് പറഞ്ഞ പോലെയായി വളരെ ഹൈപ്പോട് കൂടി വന്ന ഭവബയുടെ അവസ്ഥ. എന്തിനേറെ പറയാൻ വെറുതെ പോയിരുന്ന മോഹൻലാലിനെ വരെ എയറിലാക്കുക എന്നായിരുന്നു. മോഹൻലാലിന്റെ തോൾ ചിരിച്ചുള്ള നടപ്പും മുണ്ടുമടക്കി കുത്തൽ മീശപിരി ഇവയൊക്കെയും മലയാളികൾക്ക് എന്നും ഒരു ഹരമായിരുന്നു. എന്നാൽ ആ ഹരത്തെ തന്നെ ഇല്ലാതാക്കുകയാണ് ഭവബയിൽ ലാലേട്ടൻ ചെയ്തതെന്നാണ് പ്രേക്ഷകർ അഭിപ്രായപ്പെടുന്നത്. ഐക്കോണിക് ആയ ഈ ഘടകങ്ങൾ സിനിമയിൽ മാസായി മാറുന്നതിന് പകരം ഒരുതരം കോമാളിത്തരമായി അവതരിപ്പിക്കപ്പെട്ടുവെന്നതാണ് പൊതുവായ അഭിപ്രായം. മലയാള സിനിമയിലെ ഏറ്റവും വലിയ താരമൂല്യമുള്ള നടനാണ് മോഹൻലാൽ. അദ്ദേഹം ഒരു പ്രദർശന വസ്തുവല്ല. ഭവബയിൽ മോഹൻലാലിനെ ഒരു മഹാനടനായി അല്ല, മറിച്ച് ഒരു കോമാളിയായി അവതരിപ്പിച്ചുവെന്നും ഒരു സീനിൽ അത് വ്യക്തമായി തെളിഞ്ഞുവെന്നുമാണ് ആരാധകർ ട്രോളർമാരും ചൂണ്ടിക്കാണിക്കുന്നു. ദിലീപിന്റെ കഥാപാത്രം മുണ്ട് ഉടുത്ത് വരുമ്പോൾ ബിജു പപ്പന്റെ കഥാപാത്രം പറയുന്നുണ്ട്, മുണ്ട് ഉടുത്തപ്പോൾ ആളാകെ മാറിപ്പോയല്ലോ, ഒരു കാര്യം ചെയ്യ് അനിയ, മുണ്ടങ്ങ് മടക്കി കുത്ത് എന്ന്. അതിന് മറുപടിയായി ദിലീപ് എല്ലാ വിനയത്തിലുമായിട്ട് പറയും, അയ്യോ മുണ്ട് മടക്കി കുത്താൻ എനിക്ക് വലിയ പിടി ഇല്ല എന്ന്. അതുവരെ സംഭവം ഓക്കെയാണ്. പക്ഷെ അവിടുന്ന് അങ്ങോട്ട് പിന്നെ സീൻ മാറും. ഗോകുലം ഗോപാലൻ ഉടനെ എന്നാ നീ നല്ല സ്ഥലത്താ എത്തിയിരിക്കുന്നത് എന്നും പറഞ്ഞൊരു തുടക്കമിടും. അത് കേട്ടിട്ട് ബിജു പപ്പൻ അണ്ണനെ ഒന്ന് മുണ്ട് മടക്കി കുത്തിയാൽ 1000 ലൈറ്റ് ആണെന്ന് എന്നൊരു പിന്തുണയും ഗോപാലിന് കൊടുക്കും. പിന്നെ കാണുന്നത് അവിടെ കൂടി നിന്ന് ജനങ്ങൾ മൊത്തം കൂടി ഇളകി മറിഞ്ഞിട്ട് മോഹൻലാലിന്റെ ഗില്ലി ബാലയോട് മുണ്ട് മടക്കി കുത്താൻ വേണ്ടി പറഞ്ഞ് ഇളക്കി മറിക്കുന്നതാണ്. ആദ്യം ഒന്ന് മടി കാണിക്കുമെങ്കിലും ആരാധകരുടെ ആവേശം മാനിച്ച് വിനാശമനസ്കനായി ഗില്ലി ബാലന്റെ എല്ലാവരുടെയും മുന്നിൽ നിന്ന് ആ മുണ്ട് എടുത്ത് അങ്ങ് എൻജോയ് ചെയ്ത് കുറച്ച് സമയമെടുത്തങ്ങ് മടക്കും. അവിടം കൊണ്ടും തീർന്നില്ല. വീണ്ടും ഗോകുലം ഗോപാലൻ ആ മീശയും കൂടി ഒന്ന് പിരിക്ക് ബാല എന്ന് പറഞ്ഞ് ഒന്നുകൂടി അങ്ങ് ഹൈപ്പ് കയറ്റും. ഇത്തവണ വലിയ മടിയൊന്നും കാണിക്കാതെ ഗില്ലി ബാലേട്ടൻ ആ മീശ അങ്ങ് പിരിച്ചു കാണിച്ചു കൊടുക്കും. എന്തോ വലിയ മാസ് സീൻ പോലെയാണ് എഴുതി വച്ചിരിക്കുന്നത്. പ്രേക്ഷകർ എങ്ങനെ പ്രതികരിക്കണം എന്നത് ദിലീപ്, ബിജു പപ്പൻ, ഗോകുലം ഗോപാലൻ എന്നിവരുടെ എക്സ്പ്രഷനിലൂടെ സംവിധായകനും തിരക്കഥാകൃത്തും വ്യക്തമാക്കാൻ ശ്രമിക്കുന്നുമുണ്ട്. എന്നാൽ മലയാളികൾ വർഷങ്ങളായി ആഘോഷിച്ച മോഹൻലാലിന്റെ ഈ ഐക്കോണിക് മുഹൂർത്തങ്ങൾ മാർക്കറ്റിങ്ങിനായി മാത്രം ഉപയോഗിച്ചതാണ്. അതും ഒരുതരം കോമാളിത്തരമായി പോയി അവതരിപ്പിക്കുന്നുവെന്നാണ് പ്രേക്ഷകരുടെ ആരോപണം. ഇത്തരം കാര്യങ്ങൾ ഒരു സിനിമയിൽ വരേണ്ടത് കഥയുടെ സ്വാഭാവികമായ ഫ്ലോയിലൂടെയാണെന്നും തുടരും ഒരു കംപ്ലീറ്റ് മാസ് സിനിമ അല്ലെങ്കിലും ജയിൽ ഫൈറ്റ് സീനിൽ മോഹൻലാൽ മുണ്ട് മടക്കി കുത്തി വരുമ്പോൾ പ്രേക്ഷകർ കൈയടിച്ചു പോയത് അതിന്റെ ഉദാഹരണമാണെന്നും പ്രേക്ഷകർ പറയുന്നു. അത്തരം നിമിഷങ്ങൾ പ്ലാൻ ചെയ്ത് ഉണ്ടാക്കേണ്ടതല്ല, അതറിയാതെ തോന്നേണ്ടതാണെന്നും സോഷ്യൽ മീഡിയയിൽ പലരും കുറിച്ചു. ലോജിക്കില്ലാതെ എന്തും എഴുതിവെച്ചാൽ കയ്യടി വീഴില്ല. മോഹൻലാലിനെ മുന്നിൽ നിർത്തി ഒരു കാഴ്ചവസ്തുവിനെ പോലെ ഓരോന്നും ചെയ്യിപ്പിക്കുന്നതാണ് ഈ സീനിൽ. എന്തിനോ ലാലേട്ടൻ ഇത്തരം അബദ്ധങ്ങൾ ചെയ്യുന്നത് തുടങ്ങി നിരവധി കമന്റുകളും ട്രോളുകളും സോഷ്യൽ മീഡിയയിൽ ഉയരുന്നുണ്ട്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത്, സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തുക.